നാട്ടിലോട്ട് ചെന്ന് കയറിയ ഉടനെ തന്നെ നമുക്ക് നേരെ ഷോപ്പിങ്ങിനായിട്ടാണ് പോയത് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നാളത്തേക്ക് വേണ്ടി വാങ്ങാനുണ്ടായിരുന്നു. അതിനുവേണ്ടി നേരെ മണ്ണാർക്കാട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വാതിക്കൽ നിന്നാൽ തന്നെ ബസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത്. നേരെ മണ്ണാർക്കാട് എന്നിട്ട് നേരെ ഞങ്ങൾ കുറച്ച് ഗോൾഡ് കവറിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നേരെ സന്ദീപേട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ പിരികം ഒന്ന് ത്രെഡ് ചെയ്ത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പിരികം ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും കുറച്ച് ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പഞ്ചലോകത്തിൻ്റെ തള വാങ്ങാനായിട്ടാണ് പോയത്. പഞ്ചലോകത്തിൻ്റെ തള കുഞ്ഞുങ്ങളുടെ കാലം ഇടുന്നത് നല്ലതാണ്, പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലുവിന് പണ്ട് വാങ്ങിയൊരു തളയായിരുന്നു ചെക്കപ്പിന് ഇത്രയും ദിവസം ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതവന് ചെറുതായി. പിന്നെ അവിടെ കയറിയൊരു തള വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് കാത് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സന്ദീപേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഷോപ്പിൽ നിൽക്കണുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോൾ കാത് കുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കുത്താനും കൂടി സെറ്റായി. പിന്നെ എനിക്ക് നല്ല ആഗ്രഹം ചെവി നിറഞ്ഞ് സ്റ്റഡ് കുത്താൻ വേണ്ടി. പക്ഷേ എനിക്ക് സാധിക്കില്ല, കാരണം കാതിന് മടക്കുള്ളത് കൊണ്ട് എനിക്കത് സാധിക്കില്ല. പക്ഷേ ഇന്നലെ ചോദിച്ചപ്പോൾ 2 കുത്താനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുത്താനിട്ട് റെഡിയായി കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ വെച്ച് താമസിപ്പിക്കരുത് എന്നാണ് പറയാറ്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ കുറച്ച് നീണ്ടുപോയി, എന്നാലും സാധിച്ചു കിട്ടിയിട്ടുണ്ട്. കുറച്ച് വേദന നിന്നെങ്കിലും എന്താ എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.